നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന നിളയവായിട്ട് വിനീത് സംസാരിച്ചിരിക്കുകയാണ്. കാരണം നിളയുടെ വിഷമം വിനീതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൊച്ചു കുട്ടിയല്ലേ, അവളുടെ കയ്യിലൊക്കെ ആണെങ്കിലും പിച്ചു പറിച്ച പാടുകളും കാര്യങ്ങളൊക്കെയാ. അവളെ കൊണ്ട് ഇഷ്ടംപോലെ ജോലികളും ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് വിനീത് അവളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. മോള് വിഷമിക്കുന്നൊന്നും വേണ്ട കേട്ടോ. ആരെന്ത് മോളോട് പറഞ്ഞാലും മോൾ എന്നോട് പറഞ്ഞാൽ മതി വിനീതേട്ടനോട്. പിന്നെ ഇവിടെ മോളോട് ആരെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ മോളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീള പറഞ്ഞു, അല്ല അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും മോൾ എന്നോട് പറഞ്ഞേരെ, അവരോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് സുജാത അങ്ങോട്ടേക്ക് വരുന്നത്. സുജാത വന്നിട്ട് പറഞ്ഞു, ഓഹോ അപ്പൊ നീ ഇവൾക്ക് ക്ലാസ് എടുക്കുവല്ലേ? ഇത്തിരി ഇല്ലെങ്കിലും കണ്ടില്ലേ ഇവളുടെ നാക്ക്, ഇവളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എടി നാണം ഉണ്ടോടി നിൽക്കുന്നൊക്കെ ചോദിച്ചോണ്ട് നിളയോട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്റെ മകനെയും തമ്മിൽ തെറ്റിക്കാനായിട്ടാ നീ ശ്രമിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ചീത്ത പറയണം നിളയെ. മാത്രമല്ല തല്ലാനും കൂടെ വന്നു. ഇത് കണ്ടോണ്ടാണ് ഗംഗയും യമുനയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യവും സങ്കടമായിപ്പോയി കാവേരിക്ക്. കാവേരി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മായി, ഇവിടെ വന്ന് ഞങ്ങള് കിടക്കുന്നുള്ള ശരി തന്നെയാ, തലചായ്ക്കുവിന് ഇടവില്ലാത്തോണ്ട് മാത്ര എന്നും കരുതിയിട്ട് ഞങ്ങൾ ആരുടെ അടിമകളൊന്നുമല്ല. എന്റെ അനുജീയത്തയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, നീയൊക്കെ എന്തു ചെയ്യൂടി, ഇവിടെ താമസിക്കണേ വെറുതെ കഴിയാൻ പറ്റില്ല. അപ്പോഴേക്കും ഗീതയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാതെ സുഖിച്ചിരുന്ന് കഴിയാന്ന് തിന്ന് മുടിപ്പിക്കാന്ന് ഓർത്തോണ്ടാന്ന് തോന്നേ ഇവറ്റകളെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വന്നേ. അത് കേട്ടപ്പോ രാധമ്മ പറഞ്ഞു, ഇതേ ഗീതേ നീ വെറുതെ അനാവശ്യം പറയരുത്. എടി നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുവല്ലേ, എന്ത് കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നേ? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നൂടെ? അതെങ്ങനെയാ? അപ്പൊ അവള് ചാടിത്തുള്ളി ഇങ്ങോട്ടേക്ക് വരും, അവിടെ നിന്റെ ഭരണം നടക്കത്തില്ലോ. അത് കേട്ടപ്പം സുജാത പറഞ്ഞു, പിന്നെ എന്റെ മകൾക്ക് അങ്ങനെ കിടപ്പടമില്ലാതിരിക്കൊന്നും അല്ല. എന്റെ മകൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് തലചായ്ക്കാൻ ഇടവുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എടി, ഈ അവസരത്തില് നീ ഇവരെ കുറ്റപ്പെടുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് രാധം പറഞ്ഞു. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുജാതെ. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മായി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, വായും കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്റെ നീളമോളെ എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ, ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യൂടി, നിന്റെയൊക്കെ അഹങ്കാരത്തിന്റെ ഒരു കുറവില്ല. വെറുതെ അല്ലടി അരവിന്ദേട്ടൻ നേരത്തെ അങ്ങോട്ട് പോയത്, നിന്റെയൊക്കെ അഹങ്കാരം കുറച്ച് കൂടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, ഇനി ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ല, അമ്മായിയൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, നീ എന്ത് ചെയ്യൂടി? ആ സമയം ഗംഗ പറഞ്ഞു, വേണ്ട കാവേരി വേണ്ട, നീ ഒന്നും മിണ്ടണ്ടാന്ന് പറഞ്ഞു. കണ്ടില്ല അവളുടെ അഹമ്മതി കുറച്ചൊന്നുമല്ല. പിന്നീട് വിനീതിനോട് പറഞ്ഞു, എടാ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്നെയും കൂടെ മനസ്സ് മാറ്റിയെടുക്കുക ഇവറ്റകൾ ചെയ്യുന്നേ. ഇവറ്റകളെ ഇപ്പൊ ഈ നിമിഷത്തിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം. ഇവിടെ നിൽക്കുവാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാൻ പറയണം, അല്ലാതെ തോന്നിയാസം ഒന്നും നടക്കത്തില്ല. മര്യാദക്കിനോട് മാപ്പ് പറയാൻ പറ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, മാപ്പ് പറയാണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. എടി നിന്റെ അഹങ്കാരം ചില്ലറയൊന്നും അല്ല, ഞാൻ പറയുന്ന അനുസരിക്കാമെങ്കിൽ മാത്രം അവിടെ നിന്നാ മതി, അല്ലാത്തോൾമാരൊന്നും ഇവിടെ കഴിയണമെന്ന് എനിക്ക് ഒരു താമസവും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കാവേരി ശാരദയോട് പറഞ്ഞു, അമ്മേ എന്ത് കാണാൻ എവിടെ നിൽക്കുന്ന, വാ ഇറങ്ങി വരാൻ പറഞ്ഞു. അത് കേട്ടപ്പം ശാരദ ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ്. അമ്മ എന്താ അമ്മേ പറഞ്ഞു കേട്ടില്ലേന്ന് ചോദിച്ചു. പിന്നീട് നീളയുടെ കയ്യിലേക്ക് കൊണ്ടിച്ചു ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാധമ്മയോടും പറഞ്ഞു, അച്ഛമ്മ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ വിനീത് പറഞ്ഞു, വേണ്ട നിങ്ങളിത് എങ്ങോട്ടാ പോണേ, എങ്ങോട്ടേലും പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. സുജാത പറഞ്ഞു, ഇറങ്ങിച്ചെല്ല, എങ്ങോട്ടാന്ന് വെച്ചാ ചെല്ല്, നിന്റെയൊക്കെ തീറ്റ എല്ലിനിടയ്ക്ക് കുത്തിയിട്ടാ നീയൊക്കെ കിടന്നീ കാണിക്കണേ, അല്ലെങ്കിലും അതെ ചോറ് തന്ന കൈക്കിട്ട് വേണം നീയൊക്കെ തിരിഞ്ഞു കൊത്താനെന്നൊക്കെ പറഞ്ഞു. വിനീത് പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ അമ്മ ഈ പൊൽമ്പടം ചോദിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒടുവില് ശാരദയും മക്കളെയും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് കെങ്കി വെച്ച് എങ്ങോട്ടാ കാവേരി പോകുന്നതെന്ന് ചോദിച്ചു. എങ്ങോട്ടേലും പോ, ഈ നശിച്ച വീട്ടിൽ കഴിയുന്നേക്കാളും ഭേദം അതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവര് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ രാത്രി സമയമാണെന്ന് ഓർക്കണം. ആ സമയത്ത് നിളയ്ക്കാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഉറക്കം വരുന്നുണ്ടായിരുന്നു കൊച്ചിന്. അപ്പോഴേക്ക് ശാരദ അവിടെ ഇരുന്നിട്ട് നിളയെ പിടിച്ചു മടിയിലേക്ക് കിടത്തി. മോള് അമ്മയുടെ മടിയിൽ കിടന്നോളാൻ പറഞ്ഞു. രാധ പറഞ്ഞു, എന്തായാലും ഇത്രയ്ക്ക് കണ്ണിച്ചോര ഇല്ലാതായി പോയല്ലോ. കാര്യം പറഞ്ഞ അവൾ എന്റെ മോളാണ്, കണ്ടില്ലേ? ആ ഗീതയാണ് എല്ലാത്തിനും പിരിവെച്ചു കൊടുക്കുന്നത്. ഗീതയും കൂടെ വന്നുകൊണ്ടാണ് ഈ പ്രശ്നം. അവള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കത്തില്ല, ഭരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഈ സമയത്ത് യമുന പറഞ്ഞു, അമ്മേ ഇനി നമ്മൾ എന്ത് ചെയ്യും രാത്രിയില്? കാവേരി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട വന്നിട്ടുണ്ട്, ഇവിടെ കിടന്ന് ഉറങ്ങണം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാനെന്ന് ചോദിച്ചു.
ആ സമയം ശാരദ പറഞ്ഞു, പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴെങ്ങനെയെന്ന് അറിയത്തില്ലല്ലോ. കാവേരി അത് കേട്ട് ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും ആ വീട്ടിൽ കഴിയുന്നേക്കാളും 100 ഭേദം ഇവിടെ തന്നെ അമ്മേ. മൃഗങ്ങൾക്കെങ്കിലും ഇത്തിരി മനസാക്ഷി കാണും, പക്ഷെ അത്രയും പോലും മനസാക്ഷി ഇല്ലാത്തവരല്ലേ അവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അതേസമയം വിനീത് സുജാതയുടെ നേർക്ക് ചാടിക്കടിക്കുകയാണ്. അമ്മ എന്തു പരിപാടി അമ്മ കാണിച്ചേ? അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടോ? അമ്മാവൻ വന്നു കഴിയുമ്പോൾ അമ്മ ഓടിച്ചെല്ലുമായിരുന്നല്ലോ, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രമാത്രം സഹായിച്ചിട്ടുണ്ടമ്മേ അമ്മാവന്. എന്നിട്ട് അതൊന്നും ഇല്ലെന്ന് അമ്മ പറയരുത്. ഒന്നും അല്ലെങ്കിലും ഗീത കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് അമ്മാവ് സഹായിച്ചില്ലേ? എന്നിട്ട് അമ്മാവ് സഹായിച്ച കാര്യമൊന്നും അമ്മ മറന്നു പോരെന്ന് പറഞ്ഞു. എന്നിട്ട് നിഷ്കരുണം അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന പോലെ ഇറക്കി വിട്ടേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഇറക്കി വിട്ടൊന്നും അല്ലല്ലോ, തോന്നിയാസം പോയതല്ലേന്ന് ചോദിച്ചു. അമ്മ മിണ്ടരുത്. അമ്മ ഈ പറയുന്നൊക്കെ കേട്ടിട്ട് അവരിവിടെ ഒന്ന് താമസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്തിരിയെങ്കിലും മനസാക്ഷി വേണമായിരുന്നു പറഞ്ഞു. അതേടാ, നിനക്ക് കുറച്ച് മനസാക്ഷി കൂടുതലാ. ആ പെണ്ണിന്റെ പിന്നാലെ നടന്നത് നിനക്ക് നാണം ഉണ്ടോടാ? എന്നിട്ട് അവള് നന്നായിട്ട് തേച്ചിട്ട് പോയില്ലേന്ന് ചോദിച്ചു. അമ്മേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എനിക്ക് മാത്രം അവളോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, അവൾക്ക് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. അതിപ്പോ അവളുടെ തെറ്റല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് വിനീത് അങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ സമയത്ത് നീളയ്ക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആ വീട്ടിൽ അവിടെ അങ്ങനെ പോയിരിക്കാനായിട്ട്. പക്ഷെ തൻ്റെ അമ്മയും അച്ഛമ്മയും ചേച്ചിമാരും ഉണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലൈറ്റിന്റെ വെട്ടം അങ്ങോട്ട് വരുന്നുണ്ടപ്പോൾ നിള പറഞ്ഞു, ഇതേ അമ്മ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വിനീതായിരുന്നു. വിനീത് വന്നിട്ട് പറഞ്ഞു, അതെ അമ്മായി അങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞു. വേണ്ട പോലെ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അമ്മായി അമ്മ അങ്ങനെയൊക്കെ പറയും, അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, അങ്ങോട്ടേ കയറുക. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് ചോദിച്ചു. എന്നെ ഓർത്തുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വാ. ഈ രാത്രിയിൽ ഇതേ നിളമോളം കൊണ്ടേക്ക് വിടുന്നത് എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല വിനീതെന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, എന്തിനാ വിനീതേട്ടാ വരുന്നേ? ഇനിയിപ്പോൾ അവിടെയുള്ള അമ്മായിയുടെ വായിലുള്ള കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെന്ന് ചോദിച്ചു. അമ്മ ഒന്നും പറയത്തൊന്നുമില്ല, നാളെ നേരം വെളുത്തിട്ട് നിങ്ങൾ എന്ത് തീരുമാനം വേണം എടുത്തോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ജയപാലിനെ കാണാനായിട്ട് നെവിൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ജയപാലിനോട് ചോദിച്ചു, അല്ലെങ്കിളെ അങ്കിളായിരുന്നല്ലോ അരവിന്ദന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ അങ്കിൾക്കറിയാതെ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ലോ. എന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്കിളിനും അറിയാവുന്നതല്ലേ. ഇത്രയും കാലം ഞാൻ അറിഞ്ഞിടത്തോളം കാലം അരവിന്ദേട്ടന് ഒരു പൈസ പോലും കളയുന്ന ആളല്ല, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന. പക്ഷെ പെട്ടെന്ന് പൈസ ഇല്ലാന്ന് പറയണേ. അല്ല അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞേ? അങ്കിളുടെ ഈ പൈസയൊന്നും തരുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയപാലനൊന്നും നോക്കി നെവിനെ, ഇവൻ അപകടകാരിയാന്ന് മനസ്സിലായി. ജയപാലൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് നെവിനെ പറയുന്നേ? ഞാൻ പൈസ മുക്കിയെന്നാണോ പറയണേ? അങ്ങനെയല്ല, അവര് പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു 5-6 ഏക്കർ തോട്ടത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തെന്ന് അവരുടെ അച്ഛന്. അപ്പൊ പിന്നെ ആ പൈസ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. എടാ അങ്ങനെയൊക്കെ അരവിന്ദ് പറഞ്ഞായിരുന്നു, പക്ഷെ ആ പൈസ ഒന്നും തന്നിട്ടില്ലായിരുന്നു. അതാ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. എടാ എൻ്റെ പൈസയായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല, നിനക്കറിയാലോ. ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടെന്നുള്ളൂ, അല്ലാതെ പൈസയായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവന് ആകപ്പെടെ വിഷമമായി. ജയപാലിന്റെ മനസ്സിൽ തോന്നി, ഇവനെ ഒതുക്കിയില്ലെങ്കിൽ ഇവൻ തനിക്കിട്ട് പണി തരുമെന്നുള്ള കാര്യം. പിന്നീട് വിനീതിന്റെ കടയിലേക്ക് ചെല്ലുവാണ് നെവിന്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിനീത് തന്റെ പരാതികളൊക്കെ പറയണം. എന്ത് ചെയ്യാനാണ് നെവിനെ? വീട്ടിലാണെങ്കിൽ അമ്മയും ചേച്ചിയൊക്കെ അമ്മയോടും മക്കളോടും ഒക്കെ ഭയങ്കര ദേഷ്യത്തില. ഗംഗയും കാവേരിയൊക്കെ നല്ലവണ്ണം തന്നെ അവിടെ സഹിക്കുന്നുണ്ട്. എത്രയെന്ന് വെച്ചാൽ അവര് സഹിക്കുന്നേ. അമ്മാവനുണ്ടായിരുന്ന സമയത്ത് എത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ച, വീട്ടിൽ വന്നിട്ട് അടുക്കള ജോലിയും ചെയ്ത് ഇങ്ങനെ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞു കൊച്ചിനെ കൊണ്ട് തന്നെ പണിയിപ്പൊക്കെ ചെയ്യിപ്പിക്കുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ തലയിലേക്ക് ഒന്നും കയറത്തില്ല. ഇതെല്ലാം കണ്ടും കേട്ടും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ വീടൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നെവിൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജയപാലൻ അങ്ങളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്കിള് പറയുന്ന അങ്കിളിനും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയണേ. അത് കേട്ടപ്പോൾ നെവിൻ പറഞ്ഞു, അത് കേട്ട് കഴിഞ്ഞപ്പം വിനീത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല, അവർക്ക് വീട്ടിൽ നിൽക്കാനും താല്പര്യക്കുറവാ, എങ്ങോട്ടേലും പോയാൽ മതിയെന്നും അവർക്കുള്ളൂ. അല്ല അമ്മയുടെ പോരെ അത്ര മാത്രമുണ്ട്, സ്വന്തം ആങ്ങളയുടെ മക്കളാണോ അല്ലെങ്കിൽ ഭാര്യയാണ് അങ്ങനെയും ചിന്തിക്കുന്ന പോലുമില്ല. അമ്മയ്ക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല, എപ്പോഴും ഓരോ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടാക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ഗംഗയും യമുനയും കാവേരിക്ക് ഒരു തീരുമാനം എടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ വീട് തിരികെ പിടിക്കണം. ഒടുവിൽ ഗംഗയാണ് ആ കാര്യം പറയണേ.
എൻ്റെ സ്വർണ്ണം ഇരിപ്പില്ലേ, ആ സ്വർണം വിറ്റിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ബാങ്കിലെ കടമടയ്ക്കാം, വീട് തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് യമുന ചോദിച്ചു, അപ്പൊ ഗംഗേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആശിച്ചു മോഹിച്ച് അച്ഛൻ വാങ്ങിയ സ്വർണ്ണമല്ലേ അത്? ആയിക്കോട്ടെ, പക്ഷെ കല്യാണം അല്ലല്ലോ ഇപ്പോൾ ഇവിടെ പ്രധാനം, ആ വീട് തിരികെ പിടിക്കുക എന്നുള്ളതാണ്. നടുറോട്ടിൽ ഇറങ്ങി കിടക്കുന്നേക്കാളും ഭേദമല്ലേ ആ വീട് തിരികെ പിടിക്കുക. എങ്ങനെയെങ്കിലും നമുക്കത് ആ കടം വീട്ടണം, ആ വീട് തിരികെ പിടിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാങ്കിൽ പോയി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ തീരുമാനത്തിൽ എത്തുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.